ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതും ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയാവുന്നതുമായ ഒരു പലഹാരമാണ് കൊഴുക്കട്ട. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓശാന ഞായറിൻ്റെ തലേ ദിവസമായ കൊഴുക്കട്ട ശനിയാഴ്ച ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കൊഴുക്കട്ട റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഈ കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അത് അലിയിപ്പിച്ചെടുക്കണം. ശർക്കര ഇപ്പം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം. സാധാരണ നമുക്കറിയാമല്ലോ ശർക്കരയ്ക്കകത്ത് കല്ലും കരടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത്. ഇപ്പം ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇനി അത് ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശമൊക്കെ വെള്ളം പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങാപ്പീര എന്ന് പറയാൻ കാരണം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാൽ എന്തിനാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. കുറച്ചൊന്ന് വെള്ളം വറ്റുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരുപാട് അങ്ങ് ഡ്രൈ ആവണ്ട, എന്നാൽ കുറച്ചൊരു മീഡിയം പരുവത്തിൽ. ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഏലക്കായും ജീരകവും പൊടിച്ചത് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു പരുവം എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വയ്ക്കണം. ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ശ്രദ്ധിക്കുക, ഞാൻ നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ട് ചൂടുവെള്ളം എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഉപ്പും ചൂടുവെള്ളവും ഒക്കെ എല്ലായിടത്തും പറ്റാവുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതാ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അരിപ്പൊടി നന്നായിട്ട് കുഴച്ചെടുക്കണം. കൊഴുക്കട്ടയുടെ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇനി നമ്മൾ തിളച്ച വെള്ളം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ കൊഴുക്കട്ട വെന്ത് വരുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പൊട്ടിപ്പോയി കഴിയുമ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ സ്പൂണ് കൊണ്ട് ഏകദേശം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വയ്ക്കണം. ഇപ്പോൾ നമ്മുടെ കൈകൊണ്ട് കുഴയ്ക്കാൻ പാകത്തിന് ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോഴും ചെറിയ ചൂടുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ തണുപ്പിച്ചിട്ടില്ല. ആ ഒരു ചെറിയ ചൂടോടുകൂടി കുഴച്ചെടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ നമ്മളിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അല്പാൽപമായിട്ടെടുത്ത് ബോൾസാക്കി മാറ്റി വയ്ക്കണം. ഇതുപോലെ അല്പം എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ല തേങ്ങ പിഴിഞ്ഞ് പാലെടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അത് ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു ബോൾ എടുക്കുക. അതിനുശേഷം കൈയുടെ വിരലുകളൊന്ന് മുക്കിയെടുക്കുക തേങ്ങാപ്പാലിൽ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബോൾസിന് ഇതുപോലെ ഹോൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടാതിരിക്കാനും പിന്നെ നമ്മുടെ ഈ കൊഴുക്കട്ടയിൽ വിള്ളൽ, അതായത് ക്രാക്ക് ഒന്നും ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഹോള് കുറച്ച് വലുതാക്കിക്കൊണ്ട് വരിക. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ തേങ്ങ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക അതിലേക്ക്. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം ഒരു ഇച്ചിരി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് സീല് ചെയ്യണം.
ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇതുപോലെ. അപ്പോൾ നമ്മൾ സീല് ചെയ്യുന്ന ഭാഗത്ത് ചിലപ്പം കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്രെഡ് ചെയ്ത് അത് എല്ലായിടത്തും ഈക്വൽ ആക്കി എടുക്കണം. കട്ടി നമ്മൾ കുറച്ചുകൊണ്ട് വരണം. കണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മളത് തേങ്ങാപ്പാലിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. അടുത്ത ബോൾസ് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നിടം വരെ അതിൻ്റെ അകത്ത് പാലിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ബോൾ എടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ഹോൾ ഉണ്ടാക്കിയെടുക്കുക. അതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ സീൽ ചെയ്യുന്ന സമയത്ത് ഒട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അല്പം തേങ്ങാപ്പാലൂടെ ചേർത്ത് സീൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അത് വീണ്ടും നന്നായിട്ട് സീൽ ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ബോൾ തേങ്ങാപ്പാലിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് രണ്ടാമത്തെ ബോൾ അതിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ബോൾസും ഇതുപോലെ തന്നെ ഫില്ലിങ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. നമ്മൾ തേങ്ങാപ്പാലിൽ മുക്കി വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ എല്ലാവരും പറയും ഞാൻ കൊഴുക്കോട്ട ഉണ്ടാക്കിയിട്ട് ഹാർഡായിപ്പോയി എന്ന്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള കൊഴുക്കോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബോൾസ് എല്ലാം ഇങ്ങനെ ഫില്ലിങ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ അവസാനത്തെ കൊഴുക്കട്ടയും ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അപ്പച്ചെമ്പിൽ വെള്ളം തിളപ്പിക്കണം. ഇപ്പം ഞാൻ വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായി ബോൾസ് എടുത്ത് വെക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കോഴിക്കോട്ട ശനി സ്പെഷ്യൽ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ഇവിടെ. അതായത് നോക്കി ഒന്നുപോലും പൊട്ടിയിട്ടില്ല, അല്പം പോലും ഫില്ലിംഗ് പുറത്തും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായും ഞങ്ങളെ അറിയിക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.